വെൽക്കം ബാക്ക് ടു Xylem Learning Anatomies ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് മക്കളെ നമ്മുടെ 9th യൂണിറ്റ് ആയ മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മോഷനെ പറ്റിയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷനെ പറ്റി അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ NCERT ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിങ് റിലേഷൻ ഈസ് കറക്റ്റ്? ഓക്കെ, എന്താണ് നമ്മുടെ ഓപ്ഷൻസ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻടു ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡിസ്റ്റൻസ് ഇൻടു ടൈം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് എന്താണ് സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു സ്പീഡിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു സ്പീഡിൻ്റെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഓപ്ഷൻ ഏതാണ്? യെസ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് മാത്തമാറ്റിക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുണ്ടാവുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡും അതുപോലെ തന്നെ ടൈമും തന്നിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? Salma take 15 minutes from her house to reach her school on a bicycle. If the bicycle has a speed of 2 meters per minute, calculate the distance between her house and the school. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സൽമ എന്ന് പറയുന്ന ഒരു കുട്ടി ഇതാണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ എത്ര ടൈം എടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യെസ്, 15 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആദ്യം എഴുതാം അല്ലേ. ടൈം ഈസ് ഈക്വൽ ടു 15 മിനിറ്റ്. ഓക്കെ, പിന്നെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? പോയ ആ ഒരു ബൈസിക്കിളിൻ്റെ ആ ഒരു സ്പീഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നും നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യം നമുക്ക് വ്യക്തമാക്കണം. ഇനി നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? നമുക്ക് അറിയുന്ന ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതിനകത്ത് സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈമും തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൽ സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ മിനിറ്റ് ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്താൽ എത്ര വരും? 30 മീറ്റർ ആയിട്ട് ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെങ്കിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്ന് തന്നെ വേണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇതാ കടക്കുവാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻ ഈസ് 240 കിലോമീറ്റർ. എ ട്രെയിൻ ടേക്ക് 4 hours ടു കവർ ദിസ് distance. Calculate the speed of the train. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 240 കിലോമീറ്റർ. ഓക്കെ, ഇനി നമ്മളോട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമും പറഞ്ഞിട്ടുണ്ട്. ടൈം എത്രയാണ്? ടൈം ഈസ് ഈക്വൽ ടു 4 hours ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ വരും. ഓക്കെ, അപ്പം നിങ്ങളിവിടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു യൂണിറ്റ് നിങ്ങളവിടെ മെഷർ ചെയ്യണം. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അതായത് കിലോമീറ്റർ പെർ അവർ ആണോ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ മിനിറ്റ് ആണോ എന്നൊക്കെ നിങ്ങളവിടെ സെറ്റാക്കി നിങ്ങൾ എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് മുഴുവനായിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? എ കാർ മൂവ് വിത്ത് എ സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ ഫോർ 15 മിനിറ്റ് ആൻഡ് ദെൻ
with the speed of 60 km/h for a next 15 minutes. And the total distance covered by a car is, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 കിലോമീറ്റർ ഉണ്ട്, 25 കിലോമീറ്റർ, പിന്നെ എത്രയാണ്? 15 കിലോമീറ്റർ, 10 കിലോമീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് കാണുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നിയാലും കുറച്ച് കാൽക്കുലേഷൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തേ പറ്റും. അപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുവാണ്. സ്പീഡ് എത്രയാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു 40 km/h ആണ്. എത്ര മിനിറ്റിലേക്കാണ്? ഫോർ 15 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവർ കണക്കാണ്, അതായത് മണിക്കൂറിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് മിനിറ്റിലാണ്. അപ്പോൾ ആ ഒരു മിനിറ്റിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് അറിയുന്ന കാര്യം എന്താണ് മക്കളെ? യെസ്, 16 മിനിറ്റ് എന്ന് പറയുന്നതാണ് എത്രയാണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/16 അവർ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് 15 മിനിറ്റ് ആണ്. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 15 / 16 അവർ വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറ്റവും ആദ്യം ടൈമിനെ നമ്മൾ മിനിറ്റിൽ നിന്നും അവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഒന്നാമത്തേതിൽ, അതായത് 40 km/h 15 മിനിറ്റ് നേരം ട്രാവൽ ചെയ്തു. അതിൻ്റെ അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയുന്ന ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ് മക്കളെ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? യെസ്, സ്പീഡ് എന്ന് പറയുന്നത് 40 ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ 15 മിനിറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 50 / 60 അവർ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 15 / 60. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എത്ര വരും? യെസ്, 0 0 വെട്ടിപ്പോയി, 4ഉം 6ഉം വെട്ടിപ്പോയി, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, പിന്നെ 3ഉം 15ഉം വെട്ടിപ്പോയാൽ എത്രയാണോ? യെസ്, 5 വരും. അപ്പോൾ ആൻസർ എത്ര വരും മക്കളെ? 10 മീറ്റർ വരും. ഓക്കെ, 10 മീറ്റർ അല്ലടെ, ഇവിടെ കിലോമീറ്റർ ബേസിലല്ലേ പറയുന്നത്. അപ്പം 10 കിലോമീറ്റർ വരും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തതും കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് ഓഫ് 16 km/h ഫോർ ദി നെക്സ്റ്റ് 15 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഇതാ ഈ ഒരു സൈഡിലാണ് എഴുതാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 60 ആണ് അല്ലേ? 60 ആണ്. അപ്പോൾ 60 ഇൻറ്റു ഇവിടുത്തെ ടൈമും 15 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുന്നത് 15 / 16 അവറാണ്. അപ്പോൾ ഇതാ 15 / 16 അവറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കട്ടായിപ്പോയി. ബാക്കി എത്രയാണ്? 15 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു വാഹനത്തിന് എത്രയായിരുന്നു? യെസ്, അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്ററും മറ്റു വാഹനം അല്ലെങ്കിൽ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കിലോമീറ്ററുമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 10 + 15 = 25 ആണ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ എത്രയാണ്? 25 കിലോമീറ്റർ. ഓപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോസ് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ എ മോഷൻ ഓഫ് 2 വെഹിക്കിൾ എ ആൻഡ് ബി, വിച്ച് വൺ ഓഫ് ദം ഈസ് മൂവിങ് ഫാസ്റ്റർ? അതായത് ഇവിടെ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ഇവിടെ 2 വാഹനം പറയുന്നുണ്ട്. ഓരോ വാഹനത്തിനും നമ്മൾ എ ബി എന്നാണ് നമ്മൾ ലേബൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏത് വാഹനമാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഏറ്റവും കൂടുതൽ ആരാണ് സ്പീഡിൽ പോകുന്നത് അവരായിരിക്കും ഒബിയസ്ലി ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയിട്ട് ആരാണ് സ്പീഡിൽ പോകുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് എ എന്ന് പറയുന്ന വെഹിക്കിളാണ് കുറച്ചും കൂടി ഫാസ്റ്റിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിത് അടുത്ത ദിവസം കാണാം. അതുവരെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.